എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പർ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. ഞാൻ ഇന്നിവിടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പേജ് 22 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിപ്പോൾ ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. എന്താണ് സമാന്തര ശ്രേണികൾ, സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ട നിങ്ങൾ പുതിയതായി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് പോയി കാണുക. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പേജ് 21, 22 പേജുകളിലായിട്ട് കിടക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ചാപ്റ്റർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ SSLC എക്സാമിന് 20 മാർക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ അത്രമാത്രം നമ്മുടെ മനസ്സിരുത്തി തന്നെ പഠിക്കുക. ആ ഒരു ചാപ്റ്ററിൽ ഒരു കാര്യത്തെ തന്നെയാണ് തിരിച്ചും മറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഒരു കാരണവശാലും വിട്ടുകളയരുത്. മാക്സിമം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ടേംസ് ഇൻ 2 പൊസിഷൻസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. 2 ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് തേർഡ് ടേം 34, 6th ടേം 67 ആണ് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് 5 ടേംസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? തേർഡ് ടേം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് ടേം 34ഉം 6th ടേം 67ഉം ആയ സീക്വൻസിൽ, അരിത്തമെറ്റിക് സീക്വൻസില് ഫസ്റ്റ് 5 ടേംസ് ഏതൊക്കെയാണ് അത് എഴുതുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം എന്താണ് തേർഡ് ടേം. അതായത് നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? x3 എന്നാണ് തേർഡ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുക. ഇത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? xn കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് n-1 ഇൻറ്റു d ആണല്ലോ. അപ്പോ നമുക്ക് എന്ത് പറയാം? x3 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് എന്താണ്? x1 പ്ലസ് എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ n-1 എന്ന് പറയുമ്പോഴോ 2 ഇൻറ്റു d ഈക്വൽ ടു x3 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 34 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് x1 എന്നുള്ളത് 34 ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം? x3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് 2d ഈക്വൽ ടു എന്താണ്? 34. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കുക. 6th ടേം ആണ് നമുക്ക് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ്? 6th ടേം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? x1 പ്ലസ് 5d ആണല്ലോ. 6th ടേം ആയതുകൊണ്ട് 6 - 1 അതായത് 5. 5d എത്രയാണ്? ഇത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്? 67 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻസിനെ നമുക്ക് ചെയ്യാനുള്ള കറക്റ്റ് മെത്തേഡ് അനുസരിച്ച് തന്നെ ഇത് ചെയ്ത് പഠിക്കുക. കാരണം എന്താണ്? ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനില് xn എന്നുള്ളത് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ അറിയാം. x1 പ്ലസ് n-1 ഇൻറ്റു d. നമ്മൾ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇക്വേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇക്വേഷൻ എഴുതണം. അപ്പൊ ഇവിടെ നമുക്കറിയാം xn എന്നുള്ളത് x1 പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഇനി നമ്മൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 6th ടേമും 3rd ടേമും ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ 6th ടേമിന്റെ ഇക്വേഷൻ എഴുതി. x1 പ്ലസ് n-1 ഇൻറ്റു d. അതായത് n എത്രയാണ് ഇവിടെ? 6 ആണ്. അപ്പൊ n-1 എന്ന് പറയുമ്പോൾ 5d. അപ്പൊ x1 പ്ലസ് 5d ഈക്വൽ ടു 67 എന്ന് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? x3 അതായത് 3rd ടേം എന്നുള്ളത് 34 എന്ന് തന്നിട്ടുണ്ട്. അതായത് എന്താണ്? x3 എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് x1 കൂടി 2 ടൈംസ് d അതായത് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 34 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 2 ഇക്വേഷൻസിനെയും 1, 2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്?
x1 പ്ലസ് 5d എന്നുള്ളത് 67 ആണ്. x1 പ്ലസ് 2d എന്നുള്ളത് 34 ആണ്. അപ്പൊ നോക്കുക, ഇവിടെ രണ്ട് ടേംസിലും x1 രണ്ട് ടേംസ് കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസും നമ്മൾ രണ്ട് ടേംസ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് ഈ രണ്ട് ടേംസ് നിൽക്കുന്ന ഇക്വേഷനിൽ, അതായത് x1 എന്നുള്ളതും d എന്നുള്ളതും നമുക്ക് അറിയാത്ത രണ്ട് വാക്കുകളാണ്. അപ്പൊ ആ രണ്ട് പദങ്ങൾ നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നെങ്കിലും കളയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേത് ഇതിൽ നിന്നും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? x1 ഉണ്ട്. എങ്ങനെയാണ് രണ്ട് x1കൾ ക്യാൻസൽ ചെയ്ത് പോവുക? ഈ x1ൽ നിന്നും ഈ x1 മൈനസ് ചെയ്യാം അല്ലെ? അപ്പൊ ഒരു കാര്യം മാത്രമായിട്ട് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മുഴുവനായും കുറയ്ക്കുക. മനസ്സിലായോ? ഒന്നാമത്തെ ഇക്വേഷൻ x1 ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിലും x1 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്തു. x1 എന്ന ടേം മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പൊ എന്ത് ചെയ്തു? നമ്മള് ഒന്നാമത്തെ ഈ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മുഴുവനായിട്ട് കുറയ്ക്കുക. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്താൽ മതി? ചിഹ്നം മാറ്റി കൂട്ടുക. ഓക്കെ, ചിഹ്നം മാറ്റി കൂട്ടുക. അതായത് എന്ത് ചെയ്യണം? മൈനസ് എന്നുള്ളത്, അതായത് നമ്മൾ മൈനസ് ഇട്ടു, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് പറയുന്നത്. മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കുക. ഇവിടെ എല്ലാ സൈഡിലും ചിഹ്നം മാറ്റി കൊടുക്കുക. എന്താ ചെയ്തത്? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? രണ്ട് ഇക്വേഷൻസ് എടുത്തെഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് സൈൻ ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കി. രണ്ടാമത് വരുന്ന ഇക്വേഷനിലെ എല്ലാ ടേംസിന്റെയും, എല്ലാ പദങ്ങളുടെയും സൈൻ നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തു. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കി. ഓക്കെ, അപ്പൊ നോക്കുക, x1 എന്നുള്ള സൈൻ എന്താണ്? പോസിറ്റീവ് ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് ആക്കി. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നെഗറ്റീവ് എന്നുള്ളത് മുകളിൽ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, ഇവിടെ 2d സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അതിന്റെ സൈൻ നമ്മളായിട്ട് എന്ത് ചെയ്തു? പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആക്കി. അപ്പൊ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി നോക്കുക, 34 സൈൻ. ഇവിടെ നമുക്ക് 34ന് സൈൻ തന്നിട്ടില്ല. അതായത് എന്താണ് അതിന്റെ അർത്ഥം? 34ന്റെ സൈൻ എന്നുള്ളത് പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് സൈൻ നമ്മൾ എന്ത് മാറ്റി? നെഗറ്റീവ് ആക്കി. നെഗറ്റീവിന് ബ്രാക്കറ്റിൽ കൊടുത്തു. നമുക്ക് തന്നെ പിന്നീട് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ, നമ്മളായിട്ട് ചെയ്യുന്ന സൈൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്? പ്ലസ് ചെയ്യാണ് അല്ലെ? പ്ലസ് ചെയ്യാൻ നമുക്ക് അറിയാം, പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ നമുക്കറിയാം. നോക്കുക, x1 മൈനസ് x1. അപ്പൊ ഈ സൈൻ x1ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. x1 മൈനസ് x1, അതായത് ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി, 0 ആയി. 5d മൈനസ് 2d, അതായത് എന്താണ്? 5d മൈനസ് 2d, അതായത് എന്താണ്? d കോമൺ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 മൈനസ് 2, ആൻസർ 3d. 5d മൈനസ് 2d. നമുക്ക് സംശയമുള്ളവര് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കയ്യില് 5 മാങ്ങകൾ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്തു? 2 മാങ്ങ, d എന്നുള്ളതിനെ മാങ്ങയായിട്ട് സങ്കല്പിക്കുക. അപ്പൊ 5 മാങ്ങ ഉണ്ടായിരുന്നു. അതിൽ നിന്നും എത്ര മാങ്ങ കളഞ്ഞു? 2 മാങ്ങ എടുത്ത് മാറ്റുകയാണ്. ബാക്കി എത്ര മാങ്ങകൾ ഉണ്ടായിരിക്കും? 3 മാങ്ങ ആണല്ലോ. അപ്പൊ 5 മാങ്ങ, 5d. അതിൽ നിന്നും 2 മാങ്ങ, അതായത് 2d കുറച്ചു. ബാക്കി എന്തുണ്ടായിരിക്കും? നമ്മളെപ്പോഴും എന്തിലും അളവ് പറയുക? 3 മാങ്ങകളുണ്ട് എന്നല്ലേ പറയാ. അപ്പൊ 3 മാങ്ങ, അതായത് d എന്ന് കൊടുത്തു. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ d എന്നുള്ള ടേം അവിടെ ഉപയോഗിച്ചല്ലേ? മാങ്ങയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പറഞ്ഞെന്താന്ന് മനസ്സിലായോ? അപ്പൊ d വരുമ്പോ നമുക്ക് അതില് സംശയം വരരുത്. 5d മൈനസ് 2d എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 5ൽ നിന്നും 2 കുറയ്ക്കുക. 3d ആണ് ആൻസർ. ഓക്കെ, 3d എന്ന് കിട്ടി. അത് നമുക്ക് ഇനി എന്ത് ചെയ്തു? നമ്മളിപ്പോ കണ്ടുപിടിച്ച് 5d മൈനസ് 2d എത്രയാണ്? 3d ആണ്. പോസിറ്റീവ് ആണ് അല്ലെ? 5d ആണ് വലുത്. അപ്പൊ വലുതിന്റെ ചിഹ്നം വരും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 3d. ഇനി ഈക്വൽ ടു നോക്കി, 67 മൈനസ് 34 എത്രയാണ്? 67 മൈനസ് 34. ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഫസ്റ്റ് കണക്കായതുകൊണ്ട് സെപ്പറേറ്റ് എടുത്തെഴുതി കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. എത്രയാണ്? 7ൽ നിന്നും 4 കുറച്ചാല് 3 ആണ്. 6ൽ നിന്നും 3 കുറച്ചാല് 3 ആണ്. 33. അപ്പൊ ആൻസർ ഇവിടെ എന്ത് വന്നു?
67 നിന്നും 34 കുറച്ചാൽ 33. അപ്പൊ 3D ഈക്വൽ ടു 33. എന്ത് കിട്ടി? 3D ഈക്വൽ ടു 33. അപ്പൊ D ഈക്വൽ ടു എന്താണ്? 3 into D ആണ്. 3D എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 3 into D. അപ്പൊ D യുടെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പൊ 3D എന്നുള്ളത് 33 ആണ്. ഇൻറ്റു 3 എന്നുള്ളത് D ഇൻറ്റു 3 എന്നുള്ളത് എങ്ങനെ പോവും? ഇൻറ്റു 3 ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെ പോവും? ബൈ 3 ആയി പോവും. മനസ്സിലായോ? ഇൻറ്റു ആണെങ്കിൽ ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെ പോവും? ഡിവിഷൻ ആയിട്ട് മാറും. ഡിവിഷൻ ആണെങ്കിലോ ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. ഓക്കെ. പ്ലസ് ആണെങ്കിൽ ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക് ചാടുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. മൈനസ് ആണെങ്കിൽ ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക് ചാടുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പൊ ഈ കാര്യമാണ് ഇവിടെ വന്നത്. എന്ത് വന്നു? ഇൻറ്റു 3 എന്നുള്ളത് ഈക്വൽ സൈഡിന്റെ അങ്ങേ സൈഡിലേക്ക് ബൈ 3 ആയിട്ട് മാറി. അപ്പൊ 33 ബൈ 3 എത്രയാണ്? 11. അപ്പൊ എന്ത് കിട്ടി? ഡി എന്നുള്ളത് 11 കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? ഡി കണ്ടുപിടിക്കലല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്താണ്? ഫസ്റ്റ് 5 ടേംസ് ഏതൊക്കെ? ഫസ്റ്റ് 5 ടേംസ് ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡി എന്നുള്ളത് 11 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് എ കണ്ടുപിടിക്കാം. അതായത് x1 കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇതിൽ ഏത് ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം? തേർഡ് ടേം. നമുക്ക് എന്തായാലും തേർഡ് ടേം ആവശ്യമുള്ളതാണ്. തേർഡ് ടേമിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ വന്നത് x1 plus 2d equal to 34. ഡി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു 11. അപ്പൊ നമുക്ക് എന്ത് ഇടാം? x1 plus 2 into 11 equal to എത്രയാണ്? 34 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x1 plus 2 into 11 എത്രയാണ്? 22 equal to 34. ഓക്കെ. x1 കൂടി എന്ത് ചെയ്തു? 22 പ്ലസ് ചെയ്തു. അപ്പൊ ഈക്വൽ സൈഡിന്റെ അങ്ങേ സൈഡിലേക്ക് പ്ലസ് 22 എങ്ങനെ പോവും? എങ്ങനെയാണ് ചാടി പോവുക? ചാടുമ്പോ പ്ലസ് 22 എന്നുള്ളത് എന്തായി മാറും? മൈനസ് 22 ആയി മാറും. അപ്പൊ എന്ത് കിട്ടി? x1 ഈക്വൽ ടു 34 പ്ലസ് 22 എന്നുള്ളത് എന്തായി മാറി? മൈനസ് 22. എത്രയാണ് ആൻസർ? 22. 34ൽ നിന്ന് 22 കുറച്ചാല് 12. x1 ഈക്വൽ ടു 12 അല്ലെ? അപ്പൊ x1 ഈക്വൽ ടു 12 കിട്ടി. d ഈക്വൽ ടു 11 കിട്ടി. ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x1 നമ്മളോട് ഫസ്റ്റ് 5 ടേംസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? x1 x2 x3 x4 x5 എക്സെട്ര. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്? x1 എന്നുള്ളത് 12 ആണ്. x2 എന്നുള്ളത് എങ്ങനെയാണ്? 12 പ്ലസ് d എത്രയാണ്? 12 പ്ലസ് 11 എത്രയാണ് കിട്ടുക? 23 ആണ്. നെക്സ്റ്റ് x3 ഇടാനായിട്ട് എന്ത് ചെയ്യണം? ഇതിനോട് കൂടി വീണ്ടും d കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 23 പ്ലസ് 11 34. പിന്നെ എത്രയാണ്? x4 കിട്ടണം. x4 എന്ന് പറയുന്നത് എത്രയാണ്? 34നോട് കൂടി d കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 45. നെക്സ്റ്റ് x5 ആണ് വേണ്ടത്. 45നോട് കൂടി വീണ്ടും d കൂട്ടുക. എത്ര വരും? 56 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് വരുന്നത് എന്താണ്? 12 23 34 45 56 എക്സെട്ര. ഇതിലെ 5 ടേംസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ അവസാനിച്ചു. നോക്കാം. അതിൽ തന്നെ അടുത്തൊരു പ്രോബ്ലം വരുന്നത് 4th ടേം 2ഉം 7th ടേം 3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ 5 ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടു. ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്പറുകളാണ് 2ഉം 3ഉം ഒക്കെയാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ. നോക്കുക. എന്ത് ചെയ്തു? xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. നമ്മളത് ഇക്വേഷൻ ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാൻ ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ. പിന്നെ അതുപോലെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താണ്? ഇക്വേഷൻസ് എഴുതിയ ഒരു പുസ്തകം, ഒരു ചെറിയൊരു കൈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ സൂക്ഷിച്ചു തുടങ്ങുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. അപ്പോ എന്താണ് ചോദിച്ചത്? xn എന്നുള്ളത് x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. 4th ടേം നമുക്ക് തന്നിട്ടുണ്ട്. 7th ടേം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് എഴുതണം? 7th ടേമിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. എന്താണ്? x7 എന്നുള്ളത് എന്ത് കിട്ടും?
x1 കൂടി എത്ര ടൈംസ് ഡി കൂട്ടണം? 6 ടൈംസ് ഡി കൂട്ടണം. n-1 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7 ആവുമ്പോ n-1 എന്നുള്ളത് എത്ര വരും? 6 വരും. 6d ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫോർത്ത് ടേം എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാം? x4 എന്നുള്ളത് എങ്ങനെ എഴുതാം? x1 പ്ലസ് 3d ഈക്വൽ ടു എത്രയാണ്? 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം നോക്കുക. എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ മാറ്റി കൂട്ടണം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ കൂട്ടണ സൈൻ ഇട്ടു. ഇതിന്റെ എല്ലാത്തിന്റെയും സൈൻ മാറ്റി കൊടുത്തു. ഓക്കെ, ഈ സ്റ്റെപ്പ് മറക്കരുത്. കൂട്ടാനുള്ള സൈൻ ഇടുക. മൈനസ് എന്നുള്ളത് ഇവിടെ കുറയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാ? കൂട്ടാനുള്ള സൈൻ ഇടുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാ? നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി x1 മൈനസ് x1 എന്ത് വന്നു? 0 വന്നു. x1 മൈനസ് x1 അത് 0 ആയി പോയി, അതായത് ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താണ്? 6d മൈനസ് 3d. 6dയിൽ നിന്നും 3d കുറച്ചാല് എത്ര വരും? 3d വരും അല്ലെ? പ്ലസ് 6d മൈനസ് 3d. അപ്പൊ എന്താണ്? പോസിറ്റീവ് ആണ്, വലുതാണ്. വലുത് 3 ആണ്, 6 ആണ്. അപ്പൊ എന്ത് വന്നു? 6ൽ നിന്നും 3 കുറച്ച് ആൻസർ 3 വന്നു. പോസിറ്റീവ് 3d. 3 മൈനസ് 2 ആൻസർ എത്ര വരും? 1. 3d ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം d എന്നുള്ളത് എങ്ങനെ കിട്ടും? 3 ഇൻറ്റു ആണ് അല്ലെ? ഇൻറ്റു ആണ്. ഡിയുടെ കൂടെ 3 എങ്ങനെയാണ് നിൽക്കുന്നത്? ഇൻറ്റു ആണ്. അപ്പൊ ഈക്വൽ ഈ 1ന്റെ അടുത്തേക്ക് 3 എങ്ങനെയാണ് ചാടി പോവുക? ഇൻറ്റു 3 എന്നുള്ളത് എങ്ങനെയാണ് പോവുക? ബൈ 3 ആയിട്ട്. അതായത് എന്ത് വന്നു? 1/3. അപ്പൊ ഡി എന്ത് കിട്ടി? 1/3 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ ഏതിലെങ്കിലും അപ്ലൈ ചെയ്യുക. നമുക്കിപ്പോ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. x1 പ്ലസ് 6d ഈക്വൽ ടു 3. x1 പ്ലസ് 6d ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്കറിയാം d എന്നുള്ളത് എത്രയാണ്? 1/3 ആണ്. അപ്പൊ എന്ത് കിട്ടി? x1 പ്ലസ് 6 ഇൻറ്റു 1/3 ഈക്വൽ ടു എത്രയാണ്? 3. ഇനി എന്ത് ചെയ്യാം? 3 6ല് എത്ര ടൈംസ്? 2 ടൈംസ് ആണ്. അപ്പൊ x1 പ്ലസ് 2 ഈക്വൽ ടു 3. എങ്ങനെയാണ് പ്ലസ് 2 ഈക്വൽ സൈൻ്റെ അങ്ങനെ സൈഡിലേക്ക് ചാടുക? എന്തിനു വേണ്ടിയിട്ടാണ് ചാടിക്കുന്നത്? അതുകൂടി ഒന്ന് പറയാം. എങ്ങനെയാണ്? ഇവിടെ x1 ഉണ്ട് ഇല്ലേ? 2 ഉണ്ട്, ഇപ്പുറത്ത് 3 ഉണ്ട്. നിങ്ങൾ അതിനെ ഒന്ന് നോക്കിയേ. x1 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത ഒരു നമ്പർ ആണ്. ഇത് ഒരു ടേം ആണ്. x1 എന്നുള്ളത് ടേം ആണ്, നമുക്ക് പരിചയമില്ല. പക്ഷെ 2 എന്നുള്ളതും 3 എന്നുള്ളതും ഒക്കെ എന്താണ്? നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ ആ നമ്പേഴ്സ് തമ്മിൽ ഒരു അടുപ്പുണ്ടാവില്ലേ? അപ്പൊ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടി ഇരിക്കാനല്ലേ ആഗ്രഹിക്കുക? അതുപോലെ തന്നെയാണ് ഈ 2 എന്നുള്ളത് എന്താഗ്രഹിക്കുന്നു? 3യോട് കൂടി പോവാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ചിരിക്കാനാണ് അവർക്ക് ആഗ്രഹം. അപ്പൊ നോക്കുക, x1 എന്നുള്ളത് ഇപ്പുറത്തുണ്ട്. ഈ ഈക്വൽ സൈൻ്റെ ഇങ്ങേ സൈഡില് 2 ഉണ്ട്, അങ്ങേ സൈഡില് 3 ഉണ്ട്. അപ്പൊ 3യുടെ അടുത്തേക്ക് നമുക്ക് 2നെ അങ്ങ് ചാടിക്കാം അല്ലെ? അപ്പൊ അവർക്ക് തമ്മിൽ ഫ്രണ്ട്സ് ആണ്, അവർ തമ്മിൽ അങ്ങ് കൂടിക്കോളും. അപ്പൊ എന്ത് ചെയ്തു? x1 ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് 2 എന്ത് ചെയ്തു? അങ്ങേ സൈഡിലേക്ക് പോയി. അപ്പൊ x1 ഈക്വൽ ടു 3 അവിടെ ഓൾറെഡി ഉള്ള ആളാണ്. അയാൾ എഴുതിയതിനു ശേഷം മാത്രമേ 2നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്താണ്? പ്ലസ് 2 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെ പോവാം? പ്ലസ് എന്നുള്ളത് എങ്ങനെ ചാടാം? മൈനസ് ആയിട്ട്. അപ്പൊ -2 ആയി മാറി. പ്ലസ് 2 എന്നുള്ളത് -2 ആയിട്ട് മാറി. 3 - 2 എത്രയാണ് ആൻസർ? x1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കുക. അതായത് എന്താണ്? x1, x2, x3, x4, x5 എക്സെട്ര. ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്. x1 എന്താണ്? 1 ആണ്. x2 എങ്ങനെ കിട്ടും? 1നോട് കൂടി d കൂട്ടുക, 1/3 കൂട്ടുക, അത്ര വരും 1 + 1/3 അല്ലെ? എങ്ങനെയാണ്? x2 എന്നുള്ളത് എങ്ങനെ കിട്ടും? x1നോട് കൂടി d കൂട്ടുക, അതായത് 1 + 1/3. എന്ത് പറയാം? 1 + 1/3 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 and 1/3 തന്നെയാണ്. ആ പ്ലസ് അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി. അപ്പൊ എന്ത് കിട്ടി? 1 and 1/3
കിട്ടിയില്ലേ? ഇനി x3 കിട്ടുന്നത് എങ്ങനെയാണ്? x2 കൂടി 1/3 കൂട്ടണം. x3 എന്നുള്ളത് എങ്ങനെ കിട്ടും? 1 and 1/3 കൂടി നമ്മുടെ d എത്രയാണ്? 1/3 കൂട്ടണം അല്ലെ? അപ്പൊ എന്ത് പറയാം? 1 plus 1/3 plus 1/3 എത്ര വരും? 1/3 plus 1/3 3 രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 3 വീതമാണ്. അപ്പൊ എന്ത് ചെയ്യാം? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം തന്നെ ഇടുക. അപ്പൊ എന്ത് വരും? 1 പ്ലസ് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, അതായത് അംശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക. എത്ര വരും? 2 ബൈ ഡിനോമിനേറ്റർ എത്ര വന്നു? 3. അപ്പൊ പ്ലസ് നമുക്ക് ഇവിടെ ഒഴിവാക്കാം. അപ്പൊ എന്ത് പറയാം? 1 2/3 1 and 2/3. അപ്പൊ നെക്സ്റ്റ് ടൈം എത്ര വരും? 1 and 2/3 കിട്ടിയല്ലോ. x4 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടാം? 1 and 2/3 കൂടെ വീണ്ടും d കൂട്ടണം. x4 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 1 and 2/3 കൂടെ എത്ര കൂട്ടി? 1/3 കൂട്ടണം. എങ്ങനെയാണ്? 1 plus 2/3. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2/3 പ്ലസ് 1/3 ആണല്ലോ. വീണ്ടും ഇത് രണ്ടും 2 ഫ്രാക്ഷൻസ് ആണ്. ഡിനോമിനേറ്റർ 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റേഴ്സ് അംശങ്ങൾ തമ്മിൽ കൂട്ടാം. അപ്പൊ എന്ത് വന്നു? 1 plus 2/3 plus 1/3, അതായത് 1 plus 2/3 plus 1/3 ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടിയപ്പോ 3 വന്നു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സെയിം തന്നെ എഴുതി. 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 പ്ലസ് 3/3 എന്നുള്ളത് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് വന്നു? 2 കിട്ടി. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് ടൈം എത്രയാണ്? 2 ആണ്. ഇനി അടുത്ത ടൈം എങ്ങനെ കിട്ടും? 2 plus 1/3, അതായത് എന്താണ്? അതായത് 2 plus 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 2 and 1/3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ അടുത്ത ടൈം എത്ര വരും? 2 and 1/3 കിട്ടിയോ? അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ എന്തായിരുന്നു? 4th ടേമും 7th ടേമും 2ഉം 3 ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻസ് ആയിരുന്നു. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1/3 ആയിരുന്നു. x1 എന്നുള്ളത് 1 ആയിരുന്നു. നമ്മുടെ സീക്വൻസിലെ 5 ടേംസ്, ഫസ്റ്റ് 5 ടേംസ് കിട്ടി. ഓക്കെ, ഇനി ഇതേ പാറ്റേണിൽ തന്നെ, അപ്പൊ അതായത് നമുക്ക് ഇത് തന്നിരുന്നത് 3rd ടേം 6th ടേം അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ വേർഡ്സ് മാത്രമായിട്ട് തന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the 5th term of an arithmetic sequence is 38 and the 9th term is 66. What is the 25th term? എന്ത് എഴുതാം? 5th ടേമിന്റെയും 9th ടേമിന്റെയും ഇക്വേഷൻ എഴുതാം. അതിനു മുൻപ് nth ടേം xn എന്നുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ്? x1 plus n minus 1 into d. ഇനി എന്ത് എഴുതണം? 9th ടേം അതായത് x9 എന്നുള്ളത് എങ്ങനെ എഴുതാം? x1 പ്ലസ് 8d ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 66 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 5th ടേം x5 എന്നുള്ളത് എന്ത് തന്നിട്ടുണ്ട്? അതായത് ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് 4d ഈക്വൽ ടു 38. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതെല്ലാം ഇത് പ്ലസ് ആക്കുക, സൈൻ മാറ്റുക. പ്ലസ് എന്നുള്ളത് മൈനസ് ആക്കി, പ്ലസ് എന്നുള്ളത് മൈനസ് ആക്കി, ഇവിടെ പ്ലസ് ആണ് അതും മൈനസ് ആക്കി. ഇനി എന്ത് ചെയ്താൽ മതി? കൂട്ടാനാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അതൊക്കെ കൂട്ടാം. എന്ത് വന്നു? x1 മൈനസ് x1 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? x1 ആണ് മൈനസ് x1 ആണ്, രണ്ടും കൂടി ആഡ് ചെയ്താൽ ഈ ടേം മുഴുവനായിട്ട് 0 ആയി പോയി. 8d മൈനസ് 4d. അപ്പൊ ആൻസർ എന്ത് വരും? പ്ലസ് 4d ആണ്. അതായത് 8ന്റെ ചിഹ്നം വരുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. 4ന്റെ ചിഹ്നം വരുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? 8 ആണ് വലുത്, വലുതിന്റെ ചിഹ്നം എടുത്തു, പോസിറ്റീവ് 4d എന്ന് കിട്ടി. ഈക്വൽ ടു 66 മൈനസ് 38. ആൻസർ എത്ര വരും? 28 വന്നു. സൈൻ എന്ത് വരും? 66ന്റെ പോസിറ്റീവ് ആണ്, 38ന്റെ നെഗറ്റീവ് ആണ്. അതായത് വലുതിന്റെ സൈൻ വന്ന് പോസിറ്റീവ് ആണ്. അതായത് സൈൻ ഇട്ടിട്ടില്ല, അതായത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 28ന്റെ സൈൻ എന്ത് തന്നെ വരും? പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ സൈൻ കൊടുക്കുന്നില്ല. 4d എന്നുള്ളത് 28 ആണ്. അപ്പൊ d എന്നുള്ളത് എന്ത് കിട്ടും? 28/4.
എത്രയാണ് 7. D equal to 7 എന്ന് കിട്ടി. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ഏതെങ്കിലും ഒരു ഇക്വേഷനില് x9ലോ അല്ലെങ്കിൽ x5ലോ ഈ ഒരു 7 എന്നുള്ളത് D equal to 7 എന്നുള്ളത് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? x9 തന്നെ കൊടുക്കാം അല്ലെ? x9 കൊടുത്തപ്പോ എന്ത് വന്നു? x1 plus 8d, അതായത് 8 into 7, 8 into 7 തന്നിട്ടുണ്ട്. എത്രയാണ്? 66. ഇനി എത്രയാണ്? x1 plus 56 7 56 എത്ര വരും? ഈക്വൽ ടു 66 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ x1 ഈക്വൽ ടു 66ന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? 56 ചാടി പോവും അല്ലേ? എങ്ങനെയാ ചാടാ? പ്ലസ് എന്നുള്ളത് എങ്ങനെയായിട്ട് പോവും? മൈനസ് ആയി പോവും. അപ്പൊ എത്ര ആൻസർ വന്നേ? 10 ആണ്. x1 എന്നുള്ളത് എത്രയാണ്? 10. d എന്നുള്ളത് എത്രയാണ്? 7. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. 25th ടേം ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ടേമും ഡിയും കിട്ടി. ഇനി 25th ടേം കണ്ടുപിടിക്കാലോ. x25 എന്ത് വരും? x1 കൂടി x1 പ്ലസ് 24d അല്ലെ? n എന്നുള്ളത് 25 ആണ്. അപ്പൊ n-1 എന്നുള്ളത് എത്ര കിട്ടി? 24 കിട്ടി. 24d എന്നുള്ളത് എന്ത് കിട്ടും? x1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? 10 പ്ലസ് 24 ഇൻറ്റു d എന്നുള്ളത് എത്രയാണ്? കോമൺ ഡിഫറൻസ് വന്നിരിക്കുന്നത് 7. 24 ഇൻറ്റു 7 എന്ത് വരും? 10 പ്ലസ്, അതായത് എന്താണ്? അഡീഷൻ വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഏതാണ് ഉപയോഗിക്കേണ്ട തത്വം? ബോർഡ് മാസ് ആണ്. എങ്ങനെയാണ് ബോർഡ് മാസ് യൂസ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവര് അത് പോയി കാണാം. അപ്പൊ എന്ത് തോന്നുന്നു? 10 പ്ലസ് 24 ഇൻറ്റു 7 എന്ത് ചെയ്യണം? 24 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഇത് ഇവിടെ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എന്ത് ചെയ്യണം? 4 ഇൻറ്റു 7 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 7 എത്രയാണ്? 4 7 28. 2 ഇപ്പൊ 28ല് 8 എഴുതി, ശിഷ്ടം 2. ഇനി എന്താണ് വേണ്ടത്? 2 ഇൻറ്റു 7 7 14. 14 റിമൈൻഡർ 2. അപ്പൊ എന്ത് തോന്നുന്നു? 14 2 16. 168 കിട്ടിയോ? 168 പ്ലസ് 10 എത്രയാണ്? 178. ഓക്കെ. അപ്പൊ ഞാനിവിടെ 24 ഇൻറ്റു 7 എന്നുള്ളത് 168 എന്നുള്ളത് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തു അല്ലേ? എങ്ങനെയാ ചെയ്തേ? ഇപ്പൊ നോക്കുക. 24 ഇൻറ്റു 7 എന്ത് ചെയ്തു? നമ്മൾ ആദ്യം 1ന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചു. 4 7 28 ആണ്. 28 ആണ് വരുന്നത്. അതില് എത്രയാണ് ഇവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ട ആൻസർ എത്രയാണ്? 8. ഈ 2 എന്നുള്ളത് എന്തായി മാറി? റിമൈൻഡർ ആണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ 7ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാ. 2 ഇൻറ്റു 7 14. 14 ആണ്. 14ഉം ഈ 2 റിമൈൻഡർ ഉണ്ടായിരുന്നു. 14ഉം 2ഉം 16. 168. മനസ്സിലായോ? ഈ 168 എങ്ങനെയാണ് പെട്ടെന്ന് ഗുണിച്ചതെന്ന് മനസ്സിലായോ? ഒരു സ്റ്റെപ്പ്, ഒരൊറ്റ കണക്കാണ് കാണിച്ചു തന്നത്. നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു 2 ഡിജിറ്റ് നമ്പറും ഒരു 1 ഡിജിറ്റ് നമ്പറും കൂടി ഇതുപോലെ തന്നെ വേറെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഇത് ഗുണിച്ചു നോക്കാം. അതായത് എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആ മൾട്ടിപ്ലിക്കേഷന്റെ സ്പീഡ് കൂടും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് ഓരോ ടിപ്പുകൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ തന്നെ പ്രാവർത്തികമായിട്ട് അത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ അതെന്ത് ചെയ്യും? നിങ്ങൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഈസ് 101 a term of the arithmetic sequence 13, 24, 35, etc. ഒരു 13, 24, 35 എന്ന് പറയുന്ന ഒരു ടേം, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. 13, 24, 35 എന്ന ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതില് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 101 എന്നുള്ളത് ഒരു ടേം ആണോ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 101 എന്നുള്ളത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണോ? നോക്കുക. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? 101 ഒരു ടേം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ? അപ്പൊ 101 ഒരു ടേം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു
നമ്മുടെ എക്സ് എൻ nth ടേം ആണ്. n എത്രയാന്ന് നമുക്കറിയില്ല. nth ടേം ആണ് 101 എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതായത് എക്സ് എൻ എന്നുള്ളത് 101 എന്ന് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് n എന്നുള്ളത് കൃത്യമായ ഒരു നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നിന്നും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എന്താണ്, എക്സ് എൻ ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് അല്ലെ. ഇത് എത്രയാണെന്ന് നമുക്ക് എടുത്തു, നമ്മൾ എത്രയാണെന്ന് എടുത്തു, 101 ഒരു ടേം ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ 101 ആണ് എന്ത്, x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, x1 എന്നുള്ളത് എത്രയാണ്, ഇവിടെ ടേമിൽ നമുക്ക് തന്നിട്ടുണ്ട് x1 എന്നുള്ളത് 13 ആണ്. ഡി എന്നുള്ളതോ 24 മൈനസ് 13 എത്രയാണ്, 11 അല്ലെ. ഡി എന്നുള്ളത് 11, ഡി എന്നുള്ളത് 11 കിട്ടി, x1 എന്നുള്ളത് 13 കിട്ടി. ഇത് നമ്മുടെ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. x1 എന്നുള്ളത് 13 ഇട്ട് കൊടുത്തു, n-1 ഇൻറ്റു ആണ്, നമുക്ക് അറിയില്ല, n-1 അവിടെ തന്നെ നിർത്തി. ഡി എന്നുള്ളത് നമുക്ക് എത്രയുണ്ട്, 11 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 101 കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാ, കഴിഞ്ഞ കണക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്പറുകൾക്ക് എല്ലാവർക്കും ഒരു സൈഡിൽ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ നോക്കുക, ടെൻഡൻസിയിൽ ഏറ്റവും ഇവരൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളവരാണ്. പ്ലസ് 13 എന്നുള്ളതാണ് ഇവരിൽ നിന്നും തന്നെ ഒരു ഇത്തിരി അകലം ബാധിച്ച് നിൽക്കുന്ന നമ്പർ അല്ലെ. അപ്പൊ 13 എന്ത് ചെയ്യാ, ആദ്യം തന്നെ ഈക്വൽ സൈനെ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോവാം. n-1 ഇൻറ്റു 11 ഇതിവിടെ തന്നെ നിന്നു. അപ്പൊ എന്ത് വന്നു, 101ന്റെ അടുത്തേക്ക് ഏത് നമ്പറെ കൊണ്ടുപോയി, 13 പ്ലസ് 13 എങ്ങനെ പോയി, -13 ആയി പോയി അല്ലെ. അപ്പൊ ആൻസർ എന്ത് വരും, 101 മൈനസ് 13 എത്രയാണ്, 101 13 കുറച്ചാൽ ആൻസർ 88. n-1 ഇൻറ്റു 11 ഈക്വൽ ടു 88. ഇനി എന്ത് ചെയ്യാ, ഈ n-1 എന്നുള്ളത് ഒരു ബ്രാക്കറ്റിലാണ്, ആ ബ്രാക്കറ്റോടുകൂടി ഇവിടെ നിന്നു. ഇൻറ്റു 11, അതായത് ഇവിടെ ബ്രാക്കറ്റിന്റെ മീനിങ് എന്താണ്, ഇൻറ്റു ആണ്. അപ്പൊ ഈ സൈഡിലേക്ക് 88 എന്നുള്ള നമ്പറിന്റെ അടുത്തേക്ക് പോവില്ലേ, എങ്ങനെയാ പോവാ, ബൈ 11 ആയിട്ട്. അപ്പൊ എന്ത് വന്നു, 88 ബൈ 11 എത്ര വന്നു, 8. അപ്പൊ n-1 എന്ന് പറയുന്നത് 8 ആണ്. n-1 എന്ന് പറയുന്നത് 8 ആണ് എങ്കിൽ n ഈക്വൽ ടു എത്ര വരും, 8 മൈനസ് 1 സമത്തിന് അങ്ങേ സൈഡിലേക്ക് എങ്ങനെ ചേട്ടാ, മൈനസ് ആണെങ്കിൽ അങ്ങേ സൈഡിലേക്ക് പ്ലസ് ആയിട്ട്. അപ്പൊ എന്ത് വരും, 8 പ്ലസ് 1 സമം 9. അപ്പൊ എന്ത് വന്നു, n എന്നുള്ളത് 9 ആണ് എന്ന് കിട്ടി. അതായത് നമ്മുടെ ക്വസ്റ്റ്യന് നമുക്ക് ഈ ആൻസറും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് വായിക്കാം. എങ്ങനെയാണ്, 13, 24, 35 തുടങ്ങിയ അർത്തമെറ്റിക് സീക്വൻസില്, അതായത് സമാന്തര ശ്രേണിയില് 101 എന്ന് പറയുന്ന പദം എത്രാമത്തെ പദമാണ്, 9ാമത്തെ പദമാണ്. കിട്ടിയോ, 9ാമത്തെ പദമാണ് 101. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മൾ എത്തിയ കൺക്ലൂഷൻ എന്താണ്, 101 പദമാണോ എന്ന് നമ്മളോട് ചോദിച്ചു അല്ലേ. നമ്മൾ എന്ത് വിചാരിച്ചു, പദമാണ് എന്ന് വിചാരിച്ച് നമ്മൾ കണക്ക് ചെയ്തു. നമുക്ക് n എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നമ്പർ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ n എന്നുള്ളത് ഒരു കൃത്യമായ നമ്പർ കിട്ടി. അതുകൊണ്ട് ഈ 101 എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പദമാണ്. കിട്ടിയോ, അതായത് 101 എന്ന പദമാണ് എന്ന് പറഞ്ഞു. അതേ ക്വസ്റ്റ്യനിൽ തന്നെ 1001 എന്നുള്ളത് പദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മുഴുവനായിട്ട് ചെയ്യാം. അതായത് 101 എന്നുള്ളത് പദമാണ് എന്ന് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 1001 പദമാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണ് 1001 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി എന്ത് ചെയ്യണം, 1001 അതായത് xn എന്നുള്ളത് എന്തായിട്ട് എടുക്കുക, 1001 മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതില് ഈ ഒരു ഇക്വേഷനിൽ തന്നെ മാറ്റി കാണിച്ചു തരാം. n-ാമത്തെ പദം 1001 ആണ് എന്നെടുത്തു. അപ്പൊ എന്ത് ചെയ്തു, xn എന്നുള്ളത് ഇക്വേഷനിൽ എന്തായി മാറി, 101 എന്നുള്ളതിന് പകരം എന്ത് പറയാം, 1001 ആണ് xn എന്നുള്ളത്. കിട്ടിയല്ലോ. അപ്പൊ x1-ലൊന്നും മാറ്റം വരുന്നില്ല. 13 പ്ലസ് n-1 ഇൻറ്റു ഡി എന്നുള്ളത് 11 ആണ്. ഇതെന്താണ് നമ്മൾ പറഞ്ഞ എന്താണ്, 1001 ആണ് എന്ന് പറഞ്ഞു. 1001ാമത്തെ പദമാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ 101 എന്നുള്ളത് മാറ്റി 1001 ആക്കിയപ്പോ എന്ത് ചെയ്തു, ഇവിടെ 1001 എന്നാണ് എഴുതിയത്. അപ്പൊ 13 പ്ലസ് n-1 ഇൻറ്റു 11 സമം 1001. അപ്പൊ n-1 ഇൻറ്റു 11 എന്ന് പറയുമ്പോ എന്ത് കിട്ടും, പ്ലസ് 13. 1001ന്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെ പോവും, -13 ആയിട്ട് പോവും.
അപ്പൊ ആൻസർ എന്ത് വരും? 1001 നിന്നും 13 കുറച്ചാല് 988. ശരിയല്ലേ? 8 3 11, 8 3 9, 1 10 0 ശിഷ്ടം 1 9 1 10. 1001 നിന്നും 13 കുറച്ചാല് 988. n-1 ഇൻറ്റു 11 സമം n-1 ഇൻറ്റു 11 സമം 988. അപ്പൊ n-1 സമം ഇൻറ്റു 11 എങ്ങനെ പോവും? 988/11. 988നെ എത്ര കൊണ്ട് ഹരിച്ചു നോക്കുക? 11 കൊണ്ട് ഹരിച്ചു നോക്കുക അല്ലെ? അപ്പൊ 98ലെ 11 എത്ര തവണ പോവും? 8 തവണ. 8 തവണ. അപ്പൊ 8 ഇൻറ്റു 11 88. ശിഷ്ടം എത്ര വന്നു? 10. 10ല് 11 പോവില്ല. എന്ത് ചെയ്തു? ഈ 8 ഇറക്കി എഴുതി. അപ്പൊ എന്ത് വന്നു? 9. 88നെ 11 കൊണ്ട് ഹരിക്കുമ്പോ 108. അതായത് 9 1 9 ഇൻറ്റു 11 99. ശിഷ്ടം എത്ര വന്നു? 9 ശിഷ്ടം വന്നു. നമ്മൾ വീണ്ടും 0 ചേർത്ത് കഴിഞ്ഞാല് ഇവിടെ പോയിന്റ് വരും 8 തവണ. അപ്പൊ 88. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ? 2 ശിഷ്ടം. അതായത് എന്താ വന്നേ? n-1 എന്നുള്ളത് എന്ത് വന്നു? 89.8 എന്ന് വന്നു. അപ്പൊ n എന്നുള്ളത് എത്ര പറയാം? +1. അതായത് അപ്പൊ n-1 എന്നുള്ളത് എത്ര വന്നു? 89.8. അപ്പൊ n എന്നുള്ളത് എത്രയാണ് നമുക്ക് കിട്ടണേ? 89.8 + 1 എത്രയാ? 90.8. നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഈ 1001 എന്ന് പറയുന്നത് 90.8ാമത്തെ പദമാണ്. അങ്ങനെ നമ്മൾ പറയോ? ഇല്ല. അതായത് എന്താണ് നമ്മുടെ അസംഷൻ? നമ്മുടെ അസംഷൻ എന്തായിരുന്നു? 1001 എന്നുള്ളത് ഈ സമാന്തര ശ്രേണിയിലെ പദമാണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ? നമ്മൾ സങ്കല്പിച്ചു. ആ സങ്കല്പം തെറ്റാണ്. കാരണം എന്താണ്? n എന്നുള്ളത്, എണ്ണം എന്നുള്ളത് 90.8 എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയാറില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഇത്രാമത്തെ 101 എന്നുള്ളത് ആ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു? 101 പദമാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ എന്നാ പദമാണ് ആ 101 എന്ന് വിചാരിച്ചു. നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. n എന്നുള്ളത് എണ്ണം, ഇത്ര എണ്ണം ആ ടേം ഉണ്ട് എന്നുള്ളത് n കൃത്യമായ ഒരു എണ്ണൽ സംഖ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ആ പറഞ്ഞ പദം ആ ഒരു സമാന്തര ശ്രേണിയിലുള്ളതാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചത് 1001 എന്നുള്ള സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിച്ചു. നമ്മൾ അസ്യൂം ചെയ്തു എന്ത്? 1001 പദമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഇത്രാമത്തെ പദമാണ് എന്ന് നമുക്ക് പറയാം അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? എന്നാമത്തെ പദമാണ് 1001 എന്ന് നമ്മൾ എടുത്തു. n കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. നമുക്ക് എന്ത് കിട്ടി? n എന്നുള്ളത് ഒരു പോയിന്റ് ഉള്ള നമ്പർ കിട്ടി അല്ലെ? n എന്നുള്ളത് നമ്മൾ ശരിക്കും എന്താ വിചാരിക്കണേ? എണ്ണമാണ്. എണ്ണൽ സംഖ്യകൾ നമ്മൾ പോയിന്റിൽ പറയാറില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ n എന്നുള്ളത് പോയിന്റിൽ പറയുന്നത് കൊണ്ട് ഈ ഒരു കൃത്യമായ 1001 എന്നുള്ളത് ഈ സമാന്തര ശ്രേണിയിൽ വരുന്ന ഒരു നമ്പർ അല്ല. കിട്ടിയല്ലോ? 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്നുള്ള പാഠഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിസ്സാര മാർക്കല്ല. 80ൽ 20 മാർക്കിന് നമ്മുടെ ഈ സമാന്തര ശ്രേണികളിൽ നിന്ന് മാത്രം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് ഒരു ടോട്ടലി ഈ 4 ക്ലാസ്സോടുകൂടി ചാപ്റ്റർ മുഴുവനായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആഡ് ചെയ്തിട്ട് തരുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതോടൊപ്പം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് കൂടി കിട്ടണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ പഠനം ആ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് പഠനം പൂർത്തിയാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഗണിതത്തിൽ ഈ പാഠം ഫസ്റ്റ് പാഠത്തിൽ തന്നെ ഏത് പോർഷനൊക്കെ നമുക്ക് പഠിച്ചാൽ മതി, ഇത്ര പോർഷൻ വേണം, ഇത്ര മാർക്ക് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് തന്നെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇടുന്ന വർക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തും. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടോ സംശയങ്ങളായിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ.
താങ്ക് യു.